അതിന് ഉള്ള വിധിയെഴുത്ത് തന്നെ ഉണ്ടാകും. പത്രസമ്മേളനം നടക്കുകയാണ്. സൈലന്റ് ആയിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ മോഡി ഗവൺമെന്റിന്റെ എതിരെയുള്ള പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ സഖാവ് എൻ കെ പ്രേമേന്ദ്രൻ ആ ഉത്തരവാദിത്വം തുടർന്ന് നിറവേറ്റാനുള്ള ഒരവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത നിലയിലേക്ക് ധാർമ്മികതയുടെ ഒരു വശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ നിൽക്കുന്നത്. കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾക്കെതിരെയും ഇത്ര ഗൗരവമേറിയ രേഖകൾ, ആക്ഷേപങ്ങളല്ല വന്നിട്ടുള്ളത്, രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിന് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ധാർമ്മികതയുടെ ഒരു കണികയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, ജനാധിപത്യത്തോടുള്ള തെല്ലെങ്കിലും ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്നേ രാജിവെച്ച് പോകേണ്ട സാഹചര്യമാണ്. മടിയിൽ ഖനമുള്ളവനെ വഴിയിൽ പേടിയുള്ളെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബവും എങ്ങനെ ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട കർണാടകയുടെ ഹൈക്കോടതി ഉത്തമ ബോധ്യത്തോടുകൂടി ആ ആവശ്യം തള്ളിയിട്ട് പോലും ഒരു പ്രതികരണവും ഇല്ലാതെ പോകുന്നത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള വിധിയെഴുത്ത് തന്നെയായിരിക്കും 2024 എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ 19 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ 20-ൽ 20 ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിലനിൽക്കുന്നത് എന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതാണ്. അപ്പോൾ അതിനെ ക്ഷണിച്ചു അതുകൊണ്ട് പോയി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളും ക്ഷണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വിരുന്നിലേക്ക് മതിയെന്നാണ്. അല്ല, CPM-ന്റെ ഈ പറച്ചിൽ വല്ല കാര്യമുണ്ട്? ഞാൻ ഒരു ആറന്മുള കണ്ണാടിയായിട്ട് പോയപ്പോൾ എത്ര വിഷയമാക്കിയതാണ്. പിണറായി വിജയൻ 4 ആറന്മുള കണ്ണാടി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. അന്നേരം അവരുടെ പറച്ചിൽ മറ്റു വിഷയ ദാരിദ്ര്യം കൊണ്ട് പറയുന്ന കാര്യമൊന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം കാണില്ല. ഞാൻ ആറന്മുള കണ്ണാടി കൊടുത്തെന്ന് പറഞ്ഞ് എന്റെ നിലപാട് മാറിയോ? എന്റെ രാഷ്ട്രീയം മാറിയോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുക, മോഡിയുടെ ഭരണത്തെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഒരു വലിയ സമൂഹം ഭയത്തോടും ആശങ്കയോടുകൂടി കാണുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക, ഭയം മുതലാക്കി അവർക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി അവിടുന്ന് 4 വോട്ട് കിട്ടാൻ ഒക്കുമോ എന്ന് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം തരംതാണ പ്രചരണങ്ങൾ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തിയിലുള്ള വിശ്വാസവും ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റിയിലുള്ള ആത്മസംതൃപ്തിയോടും തന്നെ തന്റെ ഇടത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറാകുന്നത്. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത്, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം താരം എൻ കെ പ്രേമേന്ദ്രൻ MP തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റൊരു താരവും MP എന്നുള്ള തലത്തിലേക്ക് അദ്ദേഹത്തിനോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല എന്ന വിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, പാർലമെന്റിലെ പെർഫോമൻസ് വെച്ച്. അല്ല, തീർച്ചയായിട്ടും ആരെയും ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ മോശമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആ ഒരു രാഷ്ട്രീയത്തിന്റെ ആൾക്കാരല്ല. അതുകൊണ്ട് എന്താണേലും പ്രേമേന്ദ്രൻ ഒരു എതിരാളി ഉണ്ടാവുമല്ലോ, അത് മുകേഷോ ആരും ആയിക്കോട്ടെ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കരുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പാർലമെന്റ് പ്രവർത്തനം, അതിന്റെ അടിസ്ഥാനത്തിൽ ആരെ വേണമെങ്കിൽ നേരിടാൻ ഞങ്ങൾ തയ്യാറായി. എന്താണേലും പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന MA ബേബിയെയും